നീ ആയിരുന്നു ആ ഷർട്ട് ചേച്ചോ. അതെ മാമ, ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലൊക്കെ പോകുമ്പോഴേ ഈ റെഡ് ഷർട്ട് അല്ലേ നല്ലത്? അയ്യോടെ ഈ പുതിയ ഷർട്ട് ഒന്നും ഇട്ടോണ്ട് അവിടെ പോരുത്. അതെന്ത്? പിന്നെ ഈ തൊഴിലായ്മ വേതനമൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിലേ പാവപ്പെട്ടവർക്ക് ലീവ് കൊടുക്കുന്നത്. അങ്ങനെ ഈ ഷർട്ട് മതി. ഇതാകുമ്പോ ഇച്ചിരി പഴയതായിട്ട് ഫീൽ ചെയ്യും. ഇത് മതി, ഇത് മതി. ഇങ്ങോട്ട് ഇത് തന്നെ വേണം അല്ലേ? ഇത് തന്നെ വേണം. ഞാൻ ഇട്ടുതരാം. അല്ല വേണ്ട, ഞാൻ ഇട്ടുതരാം മാമ. അതിന്റെ കാര്യമില്ലടി. ഞാനില്ല, സാരമില്ല മാമ, ഞാൻ ഇട്ടുതരാം. എന്നാട്ടോ അത് പുറകിട്ടാ എന്നാട്ടോ നേരെ നിന്നോളേ. ഇട്ടോ എവിടെ കോട്ടൊക്കെ ഇടുന്നെ ബട്ടൺസ് ഒക്കെ ഇട്ട് അടി. ഇട്ടുതരാം. ഇത് പഴയതാണെങ്കിലേ കാണാൻ സ്റ്റൈൽ. നല്ല സ്റ്റൈലുണ്ട് മാമ, കൊള്ളാം. ഒരു സാധനം ഇവിടെ വെക്കണം. ഒരു സാധനം ഇവിടെ ഉണ്ടോ? നന്നായിട്ടുണ്ടോ മാമ? ഇപ്പൊ കൊള്ളാം കാണാൻ. ഫോൺ മോളെ, മാമന്റെ ഈ ഷർട്ട് മോള് നന്നായിട്ട് തേച്ചിട്ടുണ്ട്. മോള് ഭാവിയിൽ ഒരു നല്ല തേപ്പുകാരിയായിട്ട് മാറും. അല്ല, മാമൻ പോയിട്ട് വരുമ്പോഴേ എന്തുവാ എനിക്ക് വാങ്ങിച്ചോണ്ട് വരണ്ടേ? അത് മാമ പോയിട്ട് വരുമ്പോ ഉള്ള സാഹചര്യം എന്താണെന്നനുസരിച്ച് വാങ്ങിച്ചോണ്ട് വന്നാ മതി. അത് മതിയോ? മതി. അങ്ങനെ അല്ല, ഞാനേ പിന്നെ എന്റെ ഒരു സുഹൃത്തിന്റെ അച്ഛൻ മരിച്ചു. അയ്യോ, എപ്പോ? ഇപ്പൊ ഒരു 2.5 മണിക്കൂർ, 1:30 അരമണിക്കൂർ അയക്കണം. എവിടെ? എവിടെയാ? പിന്നെ ബേക്കറിയിൽ. അതെങ്ങനെ സംഭവിച്ചു? പപ്സ് തൊണ്ടക്കുരുങ്ങി ചത്തയാണ്. അല്ലല്ല, പിന്നെ ഈ ലോറി ബേക്കറി ലോറി ഇടിച്ചല്ല. ബേക്കറിന്ന് മുട്ട പപ്സ് വാങ്ങിച്ചോണ്ട് വെളിയിറങ്ങിയപ്പം ട്രെയിൻ ഇടിച്ചു. ഇറങ്ങിയപ്പോ ലോറി ഇടിച്ച് മരിച്ച. കഷ്ടമായിപ്പോയി. അപ്പൊ മരിച്ച വീട്ടിൽ പോകാനാണോ? മരിച്ച വീട്ടിലോട്ട് പോവാ. അതിനാണോ കണ്ണാടി വെച്ചോണ്ട് പോണേ? അതെന്ന് പറഞ്ഞാലേ ഇവങ്ങളെ, നമ്മളിപ്പം മരണ വീട്ടിലോട്ടാ ചെല്ലുന്നത്. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുകാരനാണ് അവന്. അവന്റെ അച്ഛനാ മരിച്ചു കിടക്കുന്നത്. അവനെ മടക്കുന്നത് മിക്കവാറും കരച്ചിലായി. അത് കണ്ടുവയ്ക്കാനുള്ള കഴിവെനിക്കില്ല. ഞാനും കരഞ്ഞു പോകും. ഞാൻ കരയുന്ന ആരും കാണാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഈ കൂൾ ക്ലാസ് വെക്കുന്നത്. അളിയാ, എന്നാ ഞാനും കൂടെ വരാം. അളിയൻ വിഷമിച്ചിങ്ങനെ ഒറ്റയ്ക്ക് പോട്ടെ. എന്തിനാ അളിയൻ വരുന്നേ? അളിയൻ വിഷമിച്ച്. ആരാ മരിച്ചതെന്ന് അളിയൻ അറിഞ്ഞൂടാലോ? മരിച്ച ആളുടെ അച്ഛൻ ആരാന്ന് അറിഞ്ഞൂടാലോ? എവിടെ വെച്ചാ മരിച്ചതെന്ന് അറിഞ്ഞൂടാലോ? എവിടെ വെച്ചാ അടക്കമെന്ന് അറിഞ്ഞൂടാലോ? അളിയൻ ഒന്നും അറിഞ്ഞൂടാലോ? വീട്ടിൽ തന്നെ ഇരി. ഞാൻ പോട്ടെ. പോയിട്ട് വരട്ടോ. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.